ഹലോ ഗൈസ്, ഞാൻ അൽജോ ഏലിസ് അൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാനോ ഫോളോ അപ്പ് ചെയ്യാനോ ആയിട്ടൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അതിന് കാരണം തന്നെ ആക്ച്വലി നമ്മളൊരു ട്രിപ്പിലായിരുന്നു വിത്ത് ഫാമിലി. ആക്ച്വലി ഞാനും വൈഫും കുഞ്ഞും കൂടെ ചേർന്ന് തായ്ലൻഡിനൊരു ട്രിപ്പ് പോയിരിക്കുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയില്ല. സോ അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനിയിപ്പം ഫ്രീക്വൻ്റായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. സോ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു വരുവാണ്. സോ ഹോപ്പ്ഫുള്ളി അത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മളൊരു വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ അത് അപ്ലോഡ് ചെയ്ത് തുടങ്ങണമെന്ന് തന്നെ ആലോചിക്കുന്നുണ്ട്. സോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആക്ച്വലി ഈ ഗീവ് അവേയ്സ്, ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഗീവ് അവേയ്സിനെ കുറിച്ച് ഒരു 1 വീക്ക് 2 വീക്സ് മുമ്പ് കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ അത് ഞാൻ ആക്ച്വലി അന്ന് ചെയ്യാൻ സമയം കിട്ടിയില്ല, ചെയ്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ തന്നെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ എനിക്കൊരു ഗീവ് അവേയുടെ ഒരു വീഡിയോ അയച്ചു തന്നു. ആ ഗീവ് അവേക്കകത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെ ഫോളോ ചെയ്യണം. പുള്ളി ആ പറഞ്ഞ പർട്ടിക്കുലർ ഇൻഫ്ലുവൻസറിൻ്റെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ഫോളോ ചെയ്യണം, കുറേ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഫോൺ നോക്കിയിരുന്നോ? 5 ദിവസം എന്തിനാ 25,000 റുപ്യ തരാൻ വേണ്ടി ഫ്രീ ആയിട്ട്. 25,000 റുപ്യ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം? 5 അക്കൗണ്ടും സ്ക്രീനിൽ കാണുന്ന 2 അക്കൗണ്ടും ഫോളോ ചെയ്യാം, കമന്റ് ആയിട്ടോ 5 ആക്കി ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇടുന്നതായിരിക്കും. 5 ദിവസം നിങ്ങളെ പെരയിൽ 25,000 റുപ്യ നമ്മൾ കൊണ്ടുതരൂലേ? അപ്പം നമ്മളെല്ലാവർക്കും തന്നെ അറിയാം ഗീവ് അവേ എന്താണെന്നുള്ളത്. ഗീവ് അവേ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ അവർ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അവരുടെ ഫോളോവേഴ്സിന് മുന്നിലേക്ക് പരിചയപ്പെടുത്തും. ഫോർ എക്സാമ്പിൾ ഇപ്പം സപ്പോസ് എനിക്കിപ്പം അത്യാവശ്യം ഇച്ചിരി ഫേമസ് ആവണമെന്ന് തോന്നുവാണെന്ന് വിചാരിക്കുക. ഞാനൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് അത്യാവശ്യം ഫേമസ് ആവണം. അപ്പോൾ എനിക്ക് ഇൻഫ്ലുവൻസർ എന്ന നിലയിലുള്ള ഒരു ഇതൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യം എനിക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിനൊരു റീച്ച് കിട്ടാനോ ഒക്കെ ആയിട്ട് ഞാനൊരു ഇൻഫ്ലുവൻസറിനെ സമീപിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫ്ലുവൻസർ എന്നോട് പറയും അത്യാവശ്യം ഒരു ചാർജ്, ഒരു എമൗണ്ട് പറയും, ഒരു 2 ലക്ഷം, സപ്പോസ് ഒരു 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഈ ഇൻഫ്ലുവൻസറിൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി ഒരു ഗീവ് അവേ ചെയ്യാനായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ സമീപിക്കുന്നു, നമ്മളോട് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ ഈ ഒരു പ്രൊമോഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനൊരു മഹേന്ദ്രയുടെ ഒരു ഞാൻ കൊടുക്കാം. അപ്പം എനിക്കതിന് വരുന്നൊരു ചിലവ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണെങ്കിൽ അതിന് പുറമെ ഒരു 2 ലക്ഷം രൂപ ഇൻഫ്ലുവൻസറിനും കൊടുത്തിട്ട് ഞാൻ ആളെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക. അതാണ് ശരിക്കും ഗീവ് അവേ. അപ്പോൾ ഈ ഇൻഫ്ലുവൻസർ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസർ സ്വാഭാവികമായിട്ടും ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പുള്ളിയുടെ ഒരു ഇൻസ്റ്റാഗ്രാമിലോ റീലിലൂടെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂട്യൂബ വീഡിയോയിലൂടെയോ ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എന്താണോ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊമോഷൻ്റെ ഉദ്ദേശശുദ്ധി എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടുകയും കുറേ ആളുകളിലേക്ക് ആ വീഡിയോ എത്തിക്കുകയും ചെയ്യുക. ഇതാണ് ഒരു ഗീവ് അവേ എന്ന് പറയുന്ന കാര്യം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് ഒത്തിരി ഇന്നത്തെ കാലത്ത് ഒത്തിരി നമുക്ക് പല സ്ഥലങ്ങളിലും കാണാനായിട്ടും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ശരിക്കും ആർക്കാണ് ഗുണമുള്ളത്? ഇവിടെ 3 ആളുകളാണ് ഗീവ് അവേക്കകത്ത് ഉള്ളത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ തന്നെയാണ്. ആരാണോ ഈ വീഡിയോ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്നത് അവരാണ് ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഫസ്റ്റ് ആൾ എന്ന് പറയുന്നത് ഈ ഇൻഫ്ലുവൻസർ തന്നെയാണ്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഐദർ ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ ആവാം. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അവരുടെ ഗുഡ് വില്ലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ ആളുകളുടെ ഇടയിലേക്കൊരു ഒരു നല്ല പേരുണ്ടാക്കി എടുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശശുദ്ധിയോടെ ഒരാളോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആളുകൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയോ ഒരു ബ്രാൻഡും ഒക്കെ ആവാം രണ്ടാമത്തെ കക്ഷി. ഇനി മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഈ വീഡിയോസ് കാണുകയും ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങളൊക്കെ അനുസരിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന വ്യൂവേഴ്സാണ് മൂന്നാമത്തെ ആൾ. അപ്പോൾ ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാർ ചേരുന്നതാണ് ഒരു ഗീവ് അവേ പ്രോഗ്രാമിലെ 3 ആളുകൾ. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ലൈക്ക് ചെയ്യുക. അതായത് ഈ റീലാണെങ്കിൽ ആ റീല് ലൈക്ക് ചെയ്യുക, ഇൻഫ്ലുവൻസറിൻ്റെ പേജ് ഫോളോ ചെയ്യുക, ഈ പർട്ടിക്കുലർ ഗീവ് അവേ നടത്തുന്നയാളുടെ ഈ പ്രൊമോഷൻ നടത്തുന്ന ഇതിനു വേണ്ടി സ്പോൺസർഷിപ്പ് നടത്തുന്ന ആളുടെ പേജ് ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് പർട്ടിക്കുലർ ഈ പ്രോഡക്റ്റ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ കക്ഷി ഒന്ന് ബൂസ്റ്റ് ചെയ്യും.
മൂന്നാമത്തെ ആളുകളായിട്ടുള്ള സാധാരണ ആളുകൾ ഇത് സ്വാഭാവികമായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം അത് ചിലപ്പോൾ 1-2 പേരല്ല, 10-15 ലക്ഷം പേരൊക്കെയാണ് ഇതിന് ഈ രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു നല്ല റീച്ച് ഉണ്ടാകുന്നുണ്ട്, നല്ലൊരു രീതിയിൽ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ആർക്കാണ് ഇതുകൊണ്ട് ബെനിഫിറ്റ്? ഈ കൂട്ടത്തിൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഒരേ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സിനാണ്. ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊമോഷൻ വഴി ഒക്കെ ഈ ഒരാളെ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേജിന് റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഗീവ് അവേ നടത്തുന്ന ഒരാളെ സമീപിച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഈ വീക്ക് അവരെ കൊണ്ടൊരു ഗീവ് അവേ നടത്തിയാൽ നെക്സ്റ്റ് വീക്ക് മറ്റൊരാളായിരിക്കും അവരെ കൊണ്ട് ഗീവ് അവേ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊന്നും എന്നോടൊരു ഇമോഷണലി ഒരു കണക്റ്റും, ആസ് എ ബിസിനസ് മാൻ എന്നോടൊരു ഇമോഷണൽ കണക്റ്റും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ ആർക്കാണ് ഇമോഷണൽ കണക്റ്റ് ഉണ്ടാവാൻ പോണേ? ഇമോഷണൽ കണക്റ്റ് ഉണ്ടാവാൻ പോകുന്ന ആളുകൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനോടാണ് ഈ ഇമോഷണൽ കണക്റ്റ് മൊത്തം ഉണ്ടാകുന്നത്. കാരണം അവർക്ക് ഈ ഗീവ് അവേ കൊണ്ടുപോയി കൊടുക്കുന്നയാളും അതേപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സർവീസ് കൊടുക്കുന്ന ആളും എല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ആണ് സ്വാഭാവികമായിട്ട് സൈക്കോളജിപരമായിട്ട് ഈ വ്യൂവേഴ്സ് ചിന്തിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും ഈ വ്യൂവേഴ്സും അതേപോലെ തന്നെ ഫോളോവേഴ്സും എല്ലാം കൂടുന്നതിൻ്റെ ഗുണം കിട്ടുന്ന ഒരേ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സിന് തന്നെയായിരിക്കും. അതേസമയം ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലയിൽ അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് സഡനായിട്ട് ചിലപ്പം പെട്ടെന്നൊരു ഫോളോവർ ബേസ് കൂടാനുള്ള സാധ്യത മാത്രമായിട്ടായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ കാര്യം മുന്നോട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പക്ഷേ ഈ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് ഈ ബിസിനസ്സുകാർക്ക് എന്താ ലാഭം? അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസർ ബേസ്. ഇതിന് മെയിനായിട്ടുള്ള കാരണം ഇത് ഈ മാർക്കറ്റിംഗ് ഏജൻസികളാണ് കൂടുതലായിട്ടും ഇങ്ങനെ ഒരു സംഭവം ചെയ്തു തന്നെ മുന്നോട്ട് കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാർക്കറ്റിംഗ് ഏജൻസി ഇങ്ങനെയുള്ള ബിസിനസ്സുകാരോട് പറയും, ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഗീവ് അവേ നടത്താം, അതുവഴി നമുക്ക് നല്ല റീച്ച് കിട്ടും, അത് നമ്മുടെ ബിസിനസ്സിനെ ഉപകാരപ്പെടുന്നു. പക്ഷേ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, അങ്ങനെ കിട്ടുന്ന റീച്ച് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് നടക്കത്തില്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഒരു 30 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ 25 വയസ്സ് ടു 35 വയസ്സുള്ള ആളുകൾ അവർ വാങ്ങേണ്ട ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഗീവ് അവേയിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും ഈ 25 ടു 35 കാറ്റഗറിക്കാരൊന്നും ആയിരിക്കത്തില്ല. ഇതിന് ഫോളോ ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന 18 ടു 25 ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിരിക്കും. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സ്പെൻഡിങ്, അതായത് ഇവർക്ക് കയ്യിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ചിലപ്പം ക്യാഷ് ഉണ്ടാവണമെന്നില്ല. സ്പെൻഡ് ചെയ്യാൻ ക്യാഷ് ഉള്ളതും ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരാളുകൾക്ക് ഈ ഗീവ് അവേക്ക് വേണ്ടി ഒന്നും അവർ സമയം പാഴാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ 100 പേര് ജോലി ചെയ്ത് അവരുടെ അത്യാവശ്യം ക്യാഷൊക്കെ ഉള്ള സ്പെൻഡിങ് പവറുള്ള ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ഗീവ് അവേക്ക് വേണ്ടിയൊക്കെ സമയം കളയുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ ആയിരിക്കും. അതിനകത്ത് 100 പേരെ എടുത്താൽ അതിനകത്തൊരു 10-15 പേരെ ആയിരിക്കും. ബാക്കി വരുന്ന 85% ആളുകളും ഗീവ് അവേക്ക് വേണ്ടി ഒന്നും സമയം കളയാനോ അതിനുവേണ്ടി ഈ പറഞ്ഞ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനോ ആയിട്ട് ഒന്നും മെനക്കെടത്തില്ല. ഇതിനുവേണ്ടിയൊക്കെ മെനക്കെടുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഈ ചെറിയ പിള്ളേരായിരിക്കും. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ് പണ്ടൊരു ബിറ്റ് കോയിൻ പോലെ ഒരു ക്രിപ്റ്റോ കറൻസി കൊണ്ടുവന്നിട്ട് ആക്ച്വലി അതിനുവേണ്ടി എല്ലാവരും അതിന് കുത്തി എവിടെ പോയി അതിൻ്റെ അകത്തെ. ഞാൻ തന്നെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുവഴി ആരും സമ്പന്നനാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ്. അപ്പോൾ ആക്ച്വലി കുറച്ച് പേര് എന്നെ അന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ അന്ന് അതിൽ നിന്ന് സമ്പന്നരായ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആരുമില്ല എന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. ഇതേപോലെ തന്നെ ഈ ബിസിനസ്സുകാർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു ബെനിഫിറ്റോ ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു 10 ലക്ഷം രൂപ മുടക്കുമ്പം അവർക്ക് ചിലപ്പോൾ ഒരു 5 ലക്ഷം ഫോളോവേഴ്സിനെ കിട്ടുന്നുണ്ടാവും. സ്പെൻഡിങ് പവർ ഇല്ലാത്ത എന്നാൽ ഫോളോവേഴ്സിനെ മാത്രം നോക്കുന്ന ആളുകൾക്ക് ഒരു 5 ലക്ഷം ഫോളോവേഴ്സിനെ കിട്ടും. ഇതൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി നോക്കുന്ന ആളുകൾക്ക് ഓക്കെ ശരി, അവർക്ക് പേഴ്സണലായിട്ട് കുറേ ഫോളോവേഴ്സിനെ കിട്ടും. അവർ ഫ്യൂച്ചറിൽ ഇടാൻ പോകുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസോ റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഒരു പേഴ്സൺ ഗുഡ് വില്ലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഗീവ് അവേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷേ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ബ്രാൻഡിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരേ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് മാത്രമായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ ഇങ്ങനെ എന്നിട്ടും ഇത്രയും ദോഷവശങ്ങൾ ഉണ്ടെന്ന് ഇരിക്കെ തന്നെ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ബ്രാൻഡുകളും ഇത് ചെയ്യാനുള്ള കാരണം? അവർക്ക് മെറ്റാ ആഡ്സ് വഴിയോ അല്ലെങ്കിൽ മറ്റ് പ്രൊമോഷൻ മാർഗ്ഗങ്ങളോ ഉപയോഗിച്ചുകൂടെ? അവിടെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ എക്സ്പെൻസ് വൈസ് നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ മെറ്റാ ആഡ്സ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരസ്യമിട്ടുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗുഡ് വില്ലിന് വേണ്ടി നമ്മളൊരു പ്രൊമോഷൻ നടത്താനായിട്ട് തീരുമാനിച്ചാൽ അവിടെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം 10 ലക്ഷം രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഗീവ് അവേ ആയിട്ട് നടത്തുമ്പം നമുക്ക് സപ്പോസ് ഒരു 5 ലക്ഷം ഫോളോവേഴ്സിനെ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് പെർ ഫോളോവർ നമുക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ 2 rupees ആയിരിക്കും. അതേസമയം നമുക്ക് ഇതേ സെയിം കാര്യം നമുക്കൊരു മെറ്റാ ആഡ്സ് വഴി അല്ലെങ്കിൽ
ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ട് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു 5 ലക്ഷം ഫോളോവേഴ്സിനെയൊക്കെ കിട്ടണമെങ്കിൽ ഒരു 1 to 1.5 crores ആളുകളിലേക്ക് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ എത്തിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പോസ്റ്റ് ഈ പറഞ്ഞ 1.5 കോടി ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഏകദേശം ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് ഒരു 15 to 20 ലക്ഷം രൂപയൊക്കെ നമുക്ക് എക്സ്പെൻസ് വരാം. അപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പെൻസ് മുടക്കി 5 ലക്ഷം പേരെ ഫോളോവേഴ്സിനെ കൊണ്ടുവരണോ, അതേസമയം 10 ലക്ഷം രൂപ മുടക്കി ഇത്രയും ഫോളോവേഴ്സിനെ കൊണ്ടുവരണോ എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് ആളുകൾ വ്യാപകമായിട്ട് ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഗീവ് അവേ വഴി നമ്മുടെ ബ്രാൻഡിനെ മറ്റുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സൺ അവർക്ക് ഗുഡ് വില്ലിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഗീവ് അവേക്കാരെ സമീപിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് നോക്കുന്ന ആളുകൾക്കാണ് ഇതൊരു ഓഫ് കോഴ്സ് ഇത് നഷ്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുന്ന കേസിൽ ഇത് നഷ്ടം തന്നെയായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഈ മെറ്റ ആഡ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള കണക്കുള്ള കൃത്യമായിട്ടുള്ള ഓരോന്നിനും പ്രൂഫുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാങ്ക് ട്രാൻസാക്ഷൻസ് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ അവർ അലോ ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ ഇങ്ങനെയുള്ള ഗീവ് അവേ ചെയ്യുന്ന സമയത്ത് ഗീവ് അവേക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് കൊടുത്തുകൊണ്ട് ഈ ഗീവ് അവേ നടത്താം എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഒരു ക്യാച്ച്. ഈ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ അവരുടെ കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ അവർ ബാങ്ക് ത്രൂ അല്ലാതെ ഈ ട്രാൻസാക്ഷൻ കാണിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊമോഷൻ നടത്താൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഇതിൻ്റെ ഒന്നും കണക്ക് കാണിക്കേണ്ടതായിട്ടും വരത്തില്ല. നിയമപരമായിട്ട് അത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും ഇവിടെ പല ആളുകളും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഗീവ് അവേക്കാർ വ്യാപകമായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗീവ് അവേ കൊണ്ട് ആർക്കാണ് ശരിക്കും ബെനിഫിറ്റ്? ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുന്ന ആളുകളാണോ? അതിനകത്ത് വിന്നിങ് പെർസെൻറ്റേജ് എത്രയാണ്? നമ്മൾ ലോട്ടറി എടുക്കുന്നത് പോലെ തന്നെ ഒരു കാര്യമല്ലേ ഗീവ് അവേ? ശരിക്കും നമ്മൾ ലോട്ടറി ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാരെ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും 1-2 പേർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അടിക്കും. അതേപോലെ ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഗീവ് അവേയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു കാര്യത്തിൽ ഗീവ് അവേ നല്ലതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പോസ്റ്റിന് റീച്ച് കിട്ടുമോ, അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനൊക്കെ ഉപകാരപ്പെടുമോ? ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. സോ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതിനും വരെ ടേക്ക് കെയർ, ബൈ.